I am addicted. Don't interfere. It's my personal matter. Personal matter? No. I can't allow this. നിന്റെ സമ്മതം ആർക്ക് വേണോടി? നീ ആര്? എനിക്ക് സൂഹിക്കണം. I want to enjoy my life. നിനക്ക് തരാൻ പറ്റില്ലല്ലോ? I hate you. I hate you, Hari. I hate you. Hate me? You hate me? Yes. Hate me? You hate me? Hate me? Don't hate me. തൊട്ട് പോയി തന്നെ. തൊട്ട് പോരുന്നോ? എനിക്കിതിനെ അറിയാം. നിന്നെ എനിക്കിത് വേണ്ട. ഇങ്ങോട്ട് വരാൻ. Go to hell! I don't want to see your face! Go! Go out of my sight! എന്താ മോളെ? അമിത വന്ന് പറഞ്ഞു നീ എന്തോ പ്രശ്നം ഉണ്ടാക്കി വന്നിരിക്കുകയാണെന്ന്. എന്താ കാര്യം? ഞാനൊരു കുഴപ്പം ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് ആരുമില്ല. അപ്പോ സ്വന്തം വീട്ടിലേക്ക് വരാനല്ലേ എനിക്ക് പറ്റൂ? ഇതല്ലേ അച്ഛാ എന്റെ വീട്? അല്ല മോളെ, ഹരിയുടെ വീടാണ് നിന്റെയും വീട്. എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നാലും ഒക്കെ സഹിച്ചും പുറത്തും കഴിയേണ്ടത് ഭാര്യയാണ്. നിലനിൽപ്പും സ്വന്തം ജീവിതവുമാണ് വലുത്. അതിനുവേണ്ടിയുള്ള കരുത്തും തന്റെ ഇടവും ദൈവം ഓരോ സ്ത്രീക്കും നൽകിയിട്ടുണ്ട്. എന്റെ മോളത് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പൊ ഭർത്താവിന് എന്ത് ചെയ്യാം? എന്ത് നെറിയിടും? ഭാര്യ അയാൾക്ക് അടിമയാണ്, ഒരു കളിപ്പാട്ടം. പക്ഷേ ഈ അഞ്ജലി അതിന് കിട്ടില്ലച്ച. ദൈവം തന്നത് ചിന്തയും ബുദ്ധിയുമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. അതൊരു പുരുഷന്റെ കാൽക്കൽ പണം വെക്കാനുള്ളതല്ല. അങ്ങനെയുള്ളൊരു നിലനിൽപ്പ് എനിക്ക് വേണ്ടച്ച. നിന്റെ ഈ വാക്കാതുല്യം ഞാൻ മുമ്പേ മനസ്സിലാക്കിയതാണ് കുട്ടി. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ക്ഷമിക്കുക. ഹരിയുടെ കൂടെ നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കുക. രണ്ട് പെൺമക്കളെയും അനാഥരാക്കിക്കൊണ്ട് ഈ അച്ഛനും മരിക്കാൻ പറ്റുമോ? എല്ലാം എനിക്കറിയാം. പക്ഷെ അതറിയാൻ വൈകിപ്പോയതാണ് ഈ അച്ഛന് പറ്റിയ തെറ്റ്. അച്ഛൻ മാപ്പ് തരിക. എന്റെ മോള് തിരിച്ചു പോണം. ഇപ്പൊ ഈ നിമിഷം തന്നെ. കാലാവധി കഴിഞ്ഞ് പഴകി തുരുമ്പിച്ചൊരു യന്ത്രമാണ് ഈ നെഞ്ചിനകത്ത്. കുറച്ചു നാളത്തേക്ക് കൂടി ഇതിന്റെ ശബ്ദം എന്റെ കുട്ടികൾക്ക് കേൾക്കണ്ടേ? കരയണ്ട, ഞാൻ പോവാ. ഈ നിമിഷം തന്നെ. എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ അച്ഛാ. എനിക്കൊരു ഓട്ടോറിക്ഷ പിടിച്ചോണ്ട് വരൂ. എന്നെ കാത്തിരിക്കുന്ന എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് ഞാൻ ഉടനെ പോയേക്കാം. എത്ര ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ട്. എനിക്ക് മാമിയെ ശരിക്കും കാണാൻ പോലും പറ്റിയിട്ടില്ല. വേണ്ട, പുള്ളിക്കാരൻ കടന്നാണ് നടക്കുക. എനിക്ക് വളരെ ഇഷ്ടം.
നിന്റെ അവസാനം ഇന്ന്. അങ്ങനെ പറഞ്ഞത്. കാണിച്ചു തരാം നിന്നെ. അഞ്ചതാ 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 എനിക്കത് കഴിഞ്ഞു. കരയാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെ ഒരു മണ്ടി പെണ്ണിനെ കഴിയും, തികച്ച ഒരു വെട്ടിക്ക്. അപ്പോ അഞ്ജന മറ്റാരെ ഓർത്തില്ലല്ലോ? ശരിയാ, ആ നിമിഷങ്ങളിൽ ഞാൻ ആരെയും ഓർത്തില്ല. എന്താ എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തായാലും ഇനി ഞാൻ മഹേഷിന് വാക്ക് തരുന്നു. അഞ്ജിത എനിക്കറിയില്ല, ആത്മഹത്യം ചെയ്യില്ല. മഹേഷ്, എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ എനിക്ക് പോവാൻ ഒരു സ്ഥലം വേണം. അതെന്താ, അഞ്ജിത വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനിനി വീട്ടിലേക്കില്ല. എനിക്കൊരു വീടുണ്ടോ മഹേഷ്? ഒന്ന് ഭർത്താവിൻ്റെതാണ്, മറ്റേത് അച്ഛൻ്റെതും. അപ്പോ അഞ്ജിതയ്ക്ക് വീടെവിടെ? എനിക്കുടനെ ഒരു കാര്യം ചെയ്യാനുണ്ട് മഹേഷ്. ഡൈവോഴ്സ്, ഹരികുമാറിൽ നിന്നുള്ള വിവാഹമോചനം. അഞ്ജന എന്തായി പറയുന്നത്? അതെ, എനിക്കൊരു ഭർത്താവിന്റെ ആവശ്യമില്ല. ഒരു പുരുഷന്റെ തണലില്ലാതെ ഒരു പെണ്ണിന് ജീവിക്കാൻ കഴിയില്ല മഹേഷ്. എന്തായാലും എനിക്ക് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ ഒരു മുറി ശരിയാക്കി തരണം പ്ലീസ്. ശരി. അവൾ ജീവിച്ചിരിപ്പുണ്ട്, എന്നിട്ട് എനിക്ക് അവൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. എന്താ അച്ഛാ ഇത്? ഞാൻ അവളെ എത്ര തവണ വിളിച്ചു, കാല് പിടിച്ചു, എന്നിട്ട് അവൾ വരാൻ കൂട്ടാക്കിയില്ല. എന്റെ കുട്ടി ദൂരെ ഒരു ഹോസ്റ്റലിൽ ചെന്ന് നിൽക്കേണ്ട കാര്യം എന്താണ്? എന്തൊക്കെയോ ചെയ്തു തീർക്കാണ്ട് പോലും. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണം! ഇനിയും നാണം കെടുത്താനുള്ള പുറപ്പാട് തന്നെ, അല്ലാതെന്താ? നാട്ടുകാർ ചോദിക്കുമ്പോ നമ്മൾ എന്ത് പറയും? നാട്ടുകാരവിടെ നിൽക്കട്ടെ, അവർക്കൊക്കെ എന്തും പറയുകയും പറയാതിരിക്കുകയും ചെയ്യാം. പക്ഷേ മനസാക്ഷിയില്ലേ കുട്ടി? സ്വന്തം മനസാക്ഷിയോട് ഞാനെന്താ പറയാ? ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അവള് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നോടാണ്. സ്വയം നശിക്കണമെന്ന് അവൾക്ക് എന്താ ഇത്ര വാശി? ഹരി വിഷമിക്കണ്ട, അവളുടെ എടുത്തുചാട്ടമൊക്കെ കുറച്ചു നാളത്തേക്ക് ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാ പോരെ? എന്തൊക്കെ ശ്രദ്ധിക്കാതിരിക്കും? ഞാനൊരു ഭർത്താവാണ്, സ്റ്റിൽ യങ്. എന്നുവെച്ചാ വികാര വിചാരങ്ങളൊക്കെ ഉറക്കം കെടുത്തുന്ന പ്രായം. അവക്കൊന്നും വേണ്ടായിരിക്കും, പക്ഷെ എനിക്കോ? എനിക്കറിയാം, ഹരിയെ ഞാൻ മനസ്സിലാക്കുന്നു. വിവാഹശേഷമുള്ള രാത്രികൾ സ്വപ്നം കാണാൻ വിധിക്കപ്പെട്ടവളാണെന്ന് ഞാനും. ഹരിക്കറിയാലോ, ആത്മാവിന്റെ ദാഹം എത്ര കാലം ഒതുക്കി വെക്കാൻ കഴിയും.